നമസ്കാരം, ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. സൗദി വിഷൻ 2030 എന്ന സൗദിയുടെ അഭിമാന പദ്ധതി പകുതിയിലേറെ പൂർത്തിയായി. ഇതുമായി ബന്ധപ്പെട്ട 1064 സംരംഭങ്ങളിൽ 87% പൂർത്തീകരിക്കുകയോ ആസൂത്രണം ചെയ്തതുപോലെ മുന്നേറുകയോ ചെയ്തതായി അധികൃതർ അറിയിച്ചു. ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിന്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെയും നേതൃത്വത്തിൽ 2016 ഏപ്രിൽ 25-നാണ് പദ്ധതി ആരംഭിച്ചത്. സൗദിയുടെ പുരോഗതി ലക്ഷ്യമാക്കിയുള്ളതാണ് സൗദി വിഷൻ 2030. സാമ്പത്തിക വളർച്ചയിലൂടെയും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലൂടെയും രാജ്യത്തെ പരിവർത്തനം ചെയ്യുകയാണ് ലക്ഷ്യം. ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ രാജ്യം ചരിത്രപരമായ വർധനവാണ് കൈവരിച്ചത്. 2023 ലക്ഷ്യത്തെക്കാൾ 13.56 ദശലക്ഷം സന്ദർശകരാണ് രാജ്യത്തെത്തിയത്. രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന അംഗീകാരവും പ്രതിഫലിപ്പിക്കുന്ന സൗദി പൈതൃക സൈറ്റുകളുടെ എണ്ണം യുനെസ്കോയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. സൗദി അറേബ്യ റിയാദിൽ എക്സ്പോ 2030 ആതിഥേയത്വം വഹിക്കുന്നതോടെ രാജ്യം അതിന്റെ പ്രാദേശികവും അന്തർദേശീയവുമായ നിലവാരം ഉയർത്തുന്നത് തുടരുകയാണ്. സാമ്പത്തികവും സാംസ്കാരികവുമായ വികസനത്തെക്കുറിച്ചുള്ള ആഗോള ചർച്ചകളിൽ രാജ്യം ഇടം നേടി. വിനോദസഞ്ചാര മേഖലയിലും ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു. 27.4 ദശലക്ഷം അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 106 ദശലക്ഷം സന്ദർശകരെ സൗദി അറേബ്യയിലെത്തി. അന്താരാഷ്ട്ര വിനോദസഞ്ചാര വളർച്ചാ നിരക്കിൽ സൗദി ലോകാടിസ്ഥാനത്തിൽ 2ാം സ്ഥാനം നേടുകയും ചെയ്തു. സാക് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.